കോട്ടയം പാല തെക്കേക്കരയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. ആലപ്പുഴ കളർകോട് സ്വദേശി ബിപിനാണ് മരിച്ചത്. മദ്യലഹരിയിലുണ്ടായ തർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, ആരാണ് ഇയാളെ കുത്തിക്കൊലപ്പെടുത്തിയത്? എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം? പ്രവിത, ഇപ്പോൾ പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരമനുസരിച്ച്, പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഒരു സുഹൃത്ത് തന്നെയാണ് ഇയാൾക്കൊപ്പം ഇവിടെ എത്തിയ, ആലപ്പുഴയിൽ നിന്നെത്തിയ ബിനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മുരിക്കുംപുഴയിലുള്ള ഒരു വീട്ടിൽ ജോലിക്ക്, അതായത് ഈ വീട് നിർമ്മാണമായിരുന്നു, ആ ജോലിക്ക് വേണ്ടി വന്നതാണ്. അടുത്ത ദിവസം ഈ വീടിന്റെ പാലുകാച്ചിലാണ്. അതിനു മുമ്പ് ഇന്ന് അവിടെ ഒരു മദ്യസൽക്കാരമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പങ്കെടുത്ത് ശേഷമാണ് ഈ തർക്കമുണ്ട്. അവിടുന്ന് മടങ്ങിയ ശേഷമാണ് ഈ തർക്കം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തർക്കത്തിനൊടുവിൽ ഈ ബിബിനെ കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തുടർന്ന് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ സംഭവം അറിയാതെ, അല്ലെങ്കിൽ ഇയാൾ മരിച്ചതറിയാതെ ഈ ആശുപത്രിയിലേക്ക് ഈ പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തി എത്തുകയുണ്ടായി. അപ്പോൾ തന്നെ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. വിശദമായിട്ട് ചോദ്യം ചെയ്തു വരികയാണ്. മറ്റ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില ആളുകളെ കൂടി കസ്റ്റഡിയിൽ എടുത്തതായിട്ടുള്ള സൂചനകൾ കൂടിയുണ്ട്. എന്തായാലും നിലവിൽ പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം അനുസരിച്ച് ഈ ബിനീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് കുത്തിയതെന്നുള്ള ഒരു സംശയമാണ് പോലീസിനുള്ളത്. അത് പോലീസ് ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ അതിന്റെ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം പാലാ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.